ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കാലത്തന്നെ എൻ്റെ കുട്ടികൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുനാഫ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഈ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടത്ര സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ പോയിട്ട് മേടിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒരു കുനാഫ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ പാൽ മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കൂടി ആഡ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് കുറുകിച്ചിട്ട് ഒരു തിക്ക് പരിവർത്തലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 1/2 ലിറ്റർ പാൽ മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുനാഫയുടെ ഡോ ഇല്ല, അതിൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് റോസ്റ്റഡ് വെർമിസെല്ലിയാണ്, നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ്. ഇത് കുനാഫക്കുള്ള വെർമിസെല്ലിയും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്രീം കുറച്ച് അധികം ഉണ്ടാക്കി, കാരണം ഇത് വീണ്ടും ഒരു ക്രഞ്ചി ടേസ്റ്റ് അല്ല, ഒരു കുറച്ച് ക്രീമി അധികമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നെയ്യാണ് കേട്ടോ, എൻ്റെ ബട്ടറും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നെയ്യിൽ തന്നെയാണ് ഇത് മിക്സാക്കി നല്ലോണം ഒന്ന് കുഴച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പകുതി സെപ്പറേറ്റ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം ഒരു നല്ല കട്ടിയുള്ള ഒരു പാനിൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെർമിസെല്ലി കുനാഫ ഡോ സെറ്റാക്കിയിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാനിൽ സിറാമിക് പാനാണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. എന്നിട്ടിത് ഈ 1/2 ലിറ്റർ ക്രീമില്ലേ, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം വിചാരിച്ചു കുറച്ച് ഒഴിച്ച് കൊടുക്കാമെന്ന്, പിന്നെ തോന്നി വേണ്ട, നമുക്കിങ്ങനെ ക്രീമി ടെക്സ്ചറിലൊന്ന് കുനാഫ കഴിച്ചിട്ട് നോക്കാമെന്ന്. അപ്പോൾ ഇത് കുനാഫയുടെ ടേസ്റ്റേ അല്ല, പക്ഷെ അതിനേക്കാളും അപ്പുറമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ മധുരം അത് ലൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ലൈറ്റ് മധുരമേ ഉള്ളൂ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. ഇത് 20 മിനിറ്റ് വരെ മൂടി വെച്ചിട്ടാണ് ഞാൻ കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ബാക്കിയുള്ള വെർമിസെല്ലി കുനാഫ ഡോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലും കുറച്ച് വെർമിസെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിറച്ചും അങ്ങോട്ട് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ആ നേരത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലിത് ഇങ്ങനെ ക്രീമി ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇതുപോലെ ആയിപ്പോകുന്നു. എന്തായാലും പറഞ്ഞതല്ല, അപ്പോൾ റിക്വസ്റ്റിന് എന്തായാലും അവരൊരു ക്ഷമയൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് വിചാരിച്ചതിനേക്കാളും ടേസ്റ്റായിട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഇല്ല, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അങ്ങനെ ഇതാ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച് കുറച്ച് തണുക്കാനൊക്കെ വെച്ച് കൊടുക്കാൻ, എന്തായാലും പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ അത് തണുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഇങ്ങനെ ഊതി കൊടുക്കാനൊക്കെ പോയതാണ്, പക്ഷെ അതിനും സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് കുറച്ച് ആദ്യമേ ഒന്ന് ടേസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ്. നമുക്ക് നമ്മുടെ ആ ഒരു റെസിപ്പിയുടെ ആ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റില്ല, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ആദ്യമേ ബൗലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതിന് മുമ്പേ കുറച്ചിങ്ങനെ കഴിച്ചിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ്. കുറച്ച് ക്രീം അധികം ഉണ്ടാക്കിയിട്ട് കുനാഫ ഒന്ന് മിക്സിയിൽ കുറച്ചാക്കിയിട്ട് നമുക്കൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നതിനേക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, സപ്പോർട്ടാക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുക. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.